ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? ആദ്യം കണ്ടത് ആനപ്പന്തൽ, പിന്നെ കണ്ടത് വാഴപ്പന്തൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ക്ലാസ്സിന്റെ അവസ്ഥ. ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് 70-75 പിള്ളേർ ഡെയിലി വരുന്ന ക്ലാസ് ആയിരുന്നേ. ദാ ഇപ്പൊ നോക്കിക്കേ. എന്താ അല്ലേ ഇത്? ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ഡ്രാഫ്റ്റിംഗിന്റെ എക്സാം ആയിരുന്നേ. അത് കഴിഞ്ഞ് 2 അവർ ക്ലാസ്സും കഴിഞ്ഞ് 3rd അവർ ക്ലാസ് എടുക്കാൻ ആരെങ്കിലും വരുമോ വരത്തില്ലേ, ഇവിടെ ഇരിക്കണോ പോണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്ന കുട്ടികളെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. സന്ധ്യാന്തി ഞങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടും ക്ലാസ്മേറ്റും ഒക്കെയാണ്. അതിലുപരി ഷീസ് എ നൈസ് പേഴ്സൺ. വളരെ പെട്ടെന്നാണ് ആ ഞെട്ടുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. മക്കളെ ഇന്ന് ക്ലാസ് ഇല്ല, വീട്ടിൽ പൊക്കോളൂ. അത് കേട്ടവാതി കേൾക്കാത്തവാതി എല്ലാവരും അപ്പോഴും അവിടുന്ന് സ്ഥലം വിട്ടു. അത് പറഞ്ഞപ്പോഴാ ലെറ്റ് മി ഷോ യു സംതിങ്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വെയിറ്റിംഗ് ഏരിയ ആണ്. എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും ഇവിടെ ഉണ്ട്. ഡാർക്ക് വേണം, ലൈറ്റ് വേണം, ന്യൂഡ് വേണം. എന്തായാലും ഏത് കലാകാരിയുടെ കലയാണോ എന്തോ ഇത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞങ്ങൾ കയറിയ സമയം തൊട്ടേ ഇത് ഇവിടെ ഉണ്ട്. LLB ഒക്കെ എടുത്തൊരു വക്കീലൊക്കെ അവൻ ആഗ്രഹിക്കുന്നവരാണേ. എന്നിട്ട് എടുക്കുക, ഒന്നും നോക്കാനില്ല. ഇറ്റ്സ് റിയലി ഗുഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. പഠിക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി പാടുണ്ട്. ഏത് കോഴ്സായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അതുപോലെ ഇതിനകത്തും നമുക്ക് ഇന്റേണൽസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, സെമിനാർ ഉണ്ട്, അസൈൻമെന്റ് സബ്മിഷൻ ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, വൈവ ഉണ്ട്, മൂക്കൗട്ട് ഉണ്ട്. അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലതാടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ